അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് ശേഷമാണ് ഈ അഗസ്ത്യർകൂടം പോകാൻ ഒരു അവസരം കിട്ടിയത്. മുമ്പ് 2 പ്രാവശ്യം പോകാനായിട്ട് അവസരം കിട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒരു തവണ എനിക്ക് ടിക്കറ്റൊക്കെ കിട്ടി റെഡിയായിട്ട് വന്നപ്പം തലേ ദിവസം എനിക്ക് പനി പിടിച്ച് പോകാൻ പറ്റിയിട്ടില്ല. അതിന് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് മഴ കാരണം കളക്ടർ മാറ്റി വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്രാവശ്യം പോകാൻ പറ്റുമെന്ന് നല്ല പ്രതീക്ഷയിലാണ്. നാളെ രാവിലെ ഞാൻ പോകാൻ. അപ്പോൾ നമ്മൾ പാക്കിങ്ങിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇനി പോകുന്നവർക്ക് അതൊന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ. ഓക്കെ അപ്പോൾ നമ്മൾ മെയിനായിട്ട് അഗസ്ത്യർകൂടം പോകുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതല്ല, നമുക്ക് ടിക്കറ്റാണ് വേണ്ട. ഈ ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൺലൈനായിട്ട് ഞാനിപ്പോൾ ഓഫ്ലൈൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇന്നലെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. കാണുന്നുണ്ടോ ദിവസം ഇതാണ് ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. പിന്നെ വേണ്ട നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അതൊരു നമുക്കെല്ലാ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടും. ഇതും നമുക്ക് 7 ദിവസത്തെ വാലിഡിറ്റി വേണം. അതായത് ഒരു 7 ദിവസം മുന്നേ നമ്മൾ എടുത്തതായിരിക്കണം. ഒരുപാട് പഴക്കം വരാൻ പാടില്ല. ഓക്കെ, പിന്നെ വേണ്ടത് ഒരു ഡിക്ലറേഷനാണ്. നമുക്കിതെല്ലാം നമുക്ക് ഈ പോർഷൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് മെയിൽ അയച്ചു തരും. ഇത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ഔട്ട് മാത്രം എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു അഫിഡവിറ്റ് ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഏത് പ്രൂഫാണോ ID പ്രൂഫാണോ ടിക്കറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കോപ്പി നമ്മൾ കൈ കരുതണം, അതിൻ്റെ ഒറിജിനലും കൈ വെച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ടത്. പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫും കൂടെ കൈ കരുതിയേക്കാം. അപ്പോൾ ഇത്ര നമുക്ക് ഡോക്യുമെൻ്റ് വൈസായിട്ട് നമുക്ക് ഇത്രയാണ് നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗ് നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകണമെന്നാണ് അല്ലേ. ഞാൻ കൊണ്ടുപോകുന്ന ബാഗ് ഈ ബാഗാണ്. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബാഗിനകത്ത് കൊണ്ടുപോകാം. എത്ര ഡ്രസ്സ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അധികം കുത്തി നിറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം 10-25 കിലോമീറ്ററോളം നമ്മളിവിടെ ചുമക്കണം. അപ്പോൾ ആവശ്യത്തിന് സാധനങ്ങൾ മാത്രം കൊണ്ടുപോവുക. നമുക്കിപ്പം നമ്മളൊരു പിക്നിക്ക് പോകുന്ന ഒരു മൂഡിലോ അങ്ങനെ ഡ്രസ്സൊക്കെ കുറേ മാറിയിടാം, പെർഫ്യൂമൊക്കെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. പെർഫ്യൂമൊന്നും അലൗഡല്ല. കുറേ സംഭവങ്ങൾ നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകാം, എന്തൊക്കെ കൊണ്ടുപോയിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ അത് പേപ്പറിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കത്രിക, ടൂൾസ്, ലൈറ്റർ, സിഗരറ്റ്, മദ്യം അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എന്താണ് പെർഫ്യൂമുകൾ, പ്ലാസ്റ്റിക് ഒരു കാരണത്തിലും കൊണ്ടുപോകരുത്. അത് അവിടെ കടത്തി വിടത്തില്ല. അവിടെ വെച്ച് മൊത്തം അഴിച്ചൊക്കെ പറക്കി അത് നമുക്ക് വലിയൊരു ടൈം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോകാം. 2 ദിവസത്തെ കേസേ ഉള്ളൂ. ഇതെല്ലാം ചുമക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. ഇത് അത്യാവശ്യം എൻ്റെ ഈ ബാഗേ ഉള്ളൂ. ഒരു അകത്ത് എത്ര ലിറ്റർ കൂടി, ഇതൊരു 80 ലിറ്ററിൻ്റെ ഒരു ബാഗാണ്. എൻ്റെ ഈ ട്രാവൽ ബാഗാണ്. ഞാൻ പലതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബാഗാണ്. ഈ ബാഗിന് എൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസ് ക്യാമ്പ് ഒന്ന് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ അഗസ്ത്യർകൂടത്തേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇത്രയും ഡ്രസ്സിനെ കൊണ്ടുപോയിട്ട് നമുക്കൊരു കാര്യമില്ല. ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ബേസ് ക്യാമ്പിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ട്രക്കിങ്ങിന് വേണ്ടി കൊണ്ടുപോകാൻ മാത്രം നമുക്ക് ഈ കൊച്ചു ബാഗ് മതി. നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, അതായത് നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻ ബാറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കുറച്ച് ഇലക്ട്രോലൈറ്റോ അങ്ങനെ എന്തെങ്കിലും വെള്ളം, പിന്നെ ഒരു 1-2 നമുക്ക് ഈ ഒരു ബാഗിൽ കൊള്ളാൻ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമുക്ക് ഇങ്ങനെ മാത്രം ചുമന്നാൽ മാത്രം മതി. സുഖമായിട്ട് കൈ വെച്ച് കയറി പോകാം. അപ്പോൾ ഒരു ചെറിയ ബാഗ് കൂടി നിങ്ങൾ എന്തായാലും കൈ കരുതണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ ബാഗായി, ടിക്കറ്റായി, വലിയ ബാഗായി. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സാണ്. ഡ്രസ്സ് കൊണ്ടുപോകുമ്പോഴത്തേക്കും കോട്ടൺ ടൈപ്പ് ഒഴിവാക്കുക. നമുക്ക് ഇതുപോലെ നമ്മൾ വർക്കൗട്ടിനൊക്കെ എടുത്തല്ലേ ഈ ഒരു നൈലോൺ ടൈപ്പ് പറ്റുള്ള ലൈറ്റ് വെയിറ്റാണല്ലോ. എന്തെങ്കിലും മഴയോ നമുക്ക് വെള്ളത്തിലേക്ക് വേണ്ട നമുക്ക് നനഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്ന ടൈപ്പുള്ള ക്ലോത്ത് എടുക്കുക. ജീൻസ് അതുപോലുള്ള ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് നമുക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും നല്ല സുഖമുള്ള ടൈപ്പ് ഇടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ 2 പാൻറ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഇതുണ്ട്, പിന്നെ ഉള്ളത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ വരുമല്ലോ. ഈ 2 പാൻറ്റാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത് രണ്ടും ആ ടൈപ്പ് പാൻറ്റാണ്. ഇത് ഞാൻ ഡിക്കാത്തലോന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, പിന്നെ വേണ്ട നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്പ് വെച്ചേക്കുന്ന നമുക്ക് വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കും. ചുമ്മാ വെച്ചേക്കുന്നേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നേഴ്സ് 1, 2, 3 3 ചുമ്മാ എടുത്ത് വെച്ചേക്കാം ആവശ്യത്തിന് ഇരിക്കട്ടെ. പിന്നെ ഒരു മിനിമം ഒരു 3 പെയർ സോക്സുകൾ നിങ്ങൾ കരുതിയേക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചിലപ്പോൾ നനയാം, അങ്ങനെയുള്ള ചില സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. 3 ടൈപ്പ് ഓക്കെ ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് വെയിലത്ത് പോകുമ്പോൾ ഇടുന്ന സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പേരെന്താണ്ട് ദേവ് അറിയുള്ളൂ അല്ലേ, വലിയൊരു സാധനം. ഇത് കിട്ടും, ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളും മിക്കവാറും കിട്ടാറുണ്ട് ഈ സാധനം. ഓക്കെ, ചില ചേച്ചിമാർ കിട്ടില്ല സ്കൂട്ടി മുമ്പ് വെച്ചുകൊണ്ട് എപ്പോഴും. ഓക്കെ, അതുപോലെ ഇത് യൂസ് ചെയ്ത് ഇത് നല്ലതാണ്, നല്ല വെയിലായിരിക്കും. അപ്പോൾ വെയിലാണെങ്കിൽ നമുക്ക് ഇടാം, നല്ലതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് കമാണ് പിന്നെ ടീഷർട്ടാണ്. ടീഷർട്ട് ഞാനൊരു 2 ടീഷർട്ട് എടുത്തേക്കുന്നത്. ഒന്ന് ഇത് നല്ല ഇത് മാക്സ് എന്ന് വെച്ച ടീഷർട്ടാണ്. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഇടുമ്പോൾ ഉള്ള അതേ ടീഷർട്ട് തന്നെയാണ്. ഒന്ന് ഇതിലൊക്കെ വെച്ച ടീഷർട്ട്. ഇതൊക്കെ ലൈറ്റ് ആയിട്ടാണ്, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ടെക്കി. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഒരു ഷോർട്സ്. ഇത്രയും ഞാൻ ഡ്രസ്സായിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ പേസ്റ്റ്, ഫേസ് വാഷ്, പിന്നെ എന്തെങ്കിലും കുറച്ച് നട്ട്സ് എന്തെങ്കിലും എടുത്ത് വെച്ചേക്കാം. നമുക്ക് ഫോൺ അടിക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് പോവാം. അപ്പോൾ ഇതൊന്നും നമുക്ക് അലൗഡല്ലെന്ന് തോന്നുന്നു. ഈ ബോക്സൊക്കെ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലൊരു പേപ്പർ കവർ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ സോപ്പ് ഞാൻ പാക്ക് ചെയ്യുന്ന കവറാണ്. ഇത് ബട്ടർ പേപ്പറാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് പ്രോട്ടീൻ ബാർ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് ഒന്നും കഴിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മൈറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് കഴിക്കാം. അത്യാവശ്യം നല്ലൊരു എനർജി ഉള്ളതാണ്. ഷുഗർ ഉള്ള ഐറ്റമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു 2-3 എടുത്ത് വെച്ചേക്കുക. ഇതൊരു ഇലക്ട്രോലൈറ്റ് ടാബ്ലറ്റ്സ് ആണ്. ഇത് നമുക്ക് വേറെ ജസ്റ്റ് ഇത് അറിയാമായിരിക്കും, വർക്കൗട്ട് ചെയ്യുന്നവരല്ലാത്തവർ കണ്ടിട്ടുണ്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ക്യാപ്സ്യൂളാണ്. ജസ്റ്റ് വെള്ളത്തിൽ ഇടുക, കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എനർജി കാര്യങ്ങളൊക്കെ കിട്ടും, ക്ഷീണമൊക്കെ മാറി കിട്ടാറുണ്ട്. ഇത് F&F പിന്നീട് പല കമ്പനി ഉണ്ട്. ഞാൻ മറ്റേ മസിൽ പ്ലേസിൻ്റെ അത് ലുലു പോയപ്പോഴത്തേക്കും അവിടെ കണ്ടു, അങ്ങനെ അവിടെ സാധനം വാങ്ങിച്ചതാണ്. ഓക്കെ, ഇതുകൊണ്ട് പിന്നെ ഒരു ഓർബിറ്റ് ചുമ്മാ വൈകുന്നേരം ചുമ്മാ ചാറ്റി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ സാധനങ്ങളൊക്കെ. ഓക്കെ, പിന്നെ വേണ്ടി വരുന്നത് മെയിൻ സാധനം ഇതൊരു സ്ലീപ്പിംഗ് ബാഗാണ്. നേരിട്ട് വാങ്ങിയെന്നുള്ളത്. ഇതല്ലേ എൻ്റെ കയ്യിൽ അത്യാവശ്യം ട്രെക്കിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ടെൻറ്റ് കാര്യങ്ങളുണ്ട്, പക്ഷേ ടെൻറ്റ് ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, അപ്പം സ്ലീപ്പിംഗ് ബാഗാണ്. നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് പുതയ്ക്കാന്ന് കൊണ്ടുപോകണ്ട. നമുക്ക് ബെഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതിൽ സുഖമായിട്ട് കിടക്കാം. ഓക്കെ, വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഈ ബാഗിനകത്താക്കി വെക്കാൻ പറ്റും. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സാധനം സൺസ്ക്രീൻ എന്തായാലും കൊണ്ടുപോകണം, മറക്കരുത്. കാര്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫേസ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ടാബ്ലറ്റ്സോ മെഡിസിൻസോ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മെഡിസിൻ എടുത്ത് വയ്ക്കുക. ബേസിക് ആയിട്ടുള്ള പാരസെറ്റമോൾ ഒന്ന് എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കിറ്റ്, അത്യാവശ്യം കാറൊക്കെ ഉള്ളവരാണെങ്കിൽ കാറിനകത്ത് മെഡിക്കൽ കിറ്റ് ഉണ്ടാവും, അടുത്ത് ബാഗിലോട്ട് വയ്ക്കുക. ഞാൻ അത് കൊണ്ടുപോകുന്നത് എൻ്റെ വണ്ടി വെച്ച് പുതിയ വണ്ടിയാണ്. അപ്പോൾ അത് എക്സ്പയർ ആയിട്ടൊന്നും പ്രതീക്ഷിക്കുന്നു. അപ്പം അതിനകത്ത് കുറച്ച് ബാൻഡേജ് കാര്യങ്ങളെല്ലാം കാണും, അത് ജസ്റ്റ് ഞാൻ ക്യാരി ചെയ്യുന്നു. പിന്നെ മെഡിസിൻസ് ഒന്നും പിന്നെ പനി എന്തെങ്കിലും വരുന്നെങ്കിൽ മാത്രം കഴിക്കുന്ന മെഡിസിൻ. പിന്നെ നമുക്ക് പെയിൻ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മൂവിൻ്റെ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തന്നാൽ മതി, അത്രയും മതിയാവും. പിന്നെ കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളിൽ പ്ലാസ്റ്റിക് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അവിടെ 200 രൂപ നമ്മൾ അടയ്ക്കണം തോന്നുന്നു. പിന്നെ ഇതുപോലുള്ള കവറുകൾ കൊണ്ടുപോകുന്ന ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അത്രേ എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ഈ പ്രോട്ടീൻ ബാറൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകാർ ഈ സെയിം സംഭവം ചെയ്യുന്ന പ്ലാസ്റ്റിക് എല്ലാം അവർ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറയും. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഈ പേപ്പറിലോട്ട് കയറ്റി വയ്ക്കാം. വയ്ക്കുക, സ്റ്റാപ്ലർ എടുക്കുക, ഒരടി കഴിഞ്ഞു. ഇത് കുറച്ച് ബ്ലാക്ക് കറുത്ത മുന്തിരിങ്ങ കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാനിപ്പോൾ കൊണ്ടുപോയ നാളെ മിക്കവാറും എല്ലാം അവർ തുറന്നു പോകും. പിന്നെ അത് എന്താണെന്ന് അറിയാനായിട്ട് അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ അവരുടെ ജോലിയാണ്. പിന്നെ വേണ്ടൊരു സാധനം എന്ന് പറയുന്നത് സൺഗ്ലാസ് ആണ്. ഉള്ളൂല്ലേ? കാര്യം ഇത് നമുക്ക് വെയിലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് മസ്റ്റായിട്ട് വേണം. വെച്ചൊക്കെ നല്ലതാണ്. ഉള്ളവർ എടുത്ത് വയ്ക്കുക, ഇല്ലാത്തവർ ഇവിടെ കാണിച്ചുകൊണ്ട് വരിക, കൂട്ടുകാരെ നമ്മൾ എടുത്തുകൊണ്ട് വരിക. പിന്നെ മതില്ലേ ടോർച്ച്, ചെറിയ ടോർച്ചാണല്ലോ. ഇത് വെച്ച് നമുക്ക് വലിയ ക്യാരി ചെയ്യാൻ ഈസി ആണല്ലോ. അത് കടിച്ചു പിടിച്ച് കാണിച്ചാൽ നോക്കട്ടെ. ഇത് കഴിച്ചു നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ അങ്ങനെ കടിച്ചു പിടിച്ച് നമുക്ക് ഇരിക്കാം, ഈസിയാണ്. ഓക്കെ. പിന്നെ വേണ്ടത് ഒരു മൈക്രോ ഫൈബർ. നമുക്ക് ടവലായിട്ട് തോർത്ത് കൊണ്ടൊക്കെ നല്ലത് പെട്ടെന്ന് ഡ്രൈ ആകാനും ലൈറ്റ് ആയിട്ടൊരു സാധനമാണ് ഇത്. ഇതൊക്കെ ഞാൻ ജിമ്മിൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ, അല്ല പ്രത്യേകിച്ച് വാങ്ങിച്ചൊന്നുമല്ല. ഡെക്കാത്തിനൊന്ന് വാങ്ങിച്ചാണ്. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒതുക്കി ഒരിടത്ത് അടങ്ങി ഒരുങ്ങി ഇരുന്നോളൂ. പിന്നെ പ്ലാസ്റ്റിക് നമുക്ക് കൊണ്ടുപോകൂടാന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു പ്ലാസ്റ്റിക് ബാഗ് എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകണം നല്ലതാണ്. കാര്യം നമുക്കിവിടെ 200 രൂപ നമ്മളവിടെ എൻട്രി ചെയ്യണം. പിന്നെ തിരിച്ചു വരുമ്പം ആ പ്ലാസ്റ്റിക് കാണിച്ചാൽ മാത്രമേ നമുക്ക് 200 തിരിച്ച് റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഇൻകേസ് പറയാൻ പറ്റില്ല, പക്ഷേ മഴ പെയ്യാം എന്നിട്ട് നമ്മുടെ ബാഗിൽ ഒരു റെയിൻ കോട്ട്, എൻ്റെ ബാഗിൽ റെയിൻ കോട്ടൊന്നുമില്ല. റെയിൻ കോട്ട് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് സേഫായിട്ട് വയ്ക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളവർ നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം എടുക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗോഡക്സിൻ്റെ സോഫ്റ്റ് കൂടെ കിട്ടിയ കവറാണ്. അപ്പം ഞാനൊക്കെ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഫീൽഡായതുകൊണ്ട് ഈ കവർക്ക് എൻ്റെ കയ്യിൽ ആവശ്യം പോലും ഉണ്ട്. പല സൈസിലും പല അളവിലും പിടയ്ക്കുന്നത് നമ്മുടെ കയ്യിൽ. ഓക്കെ. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ഇതിലോട്ട് വയ്ക്കുന്നത്. അപ്പം ഡ്രസ്സിനകത്ത് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്നും നനയാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ്. വലിയ വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ കാണാൻ വലിയ ബാഗല്ലേ. അപ്പോൾ രാവിലെ കാണാം. ഓൾ സെറ്റ്. അപ്പോൾ രാവിലെ റെഡി ആയിട്ടുണ്ട്. ബാലൻസ് കിട്ടുന്നില്ല, ഉറക്കം വരുന്നു. അപ്പോൾ ബാഗുകളെല്ലാം പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി വണ്ടിയിൽ കയറണം. എത്രയും വേഗം അവിടെ എത്തണം. കുറച്ച് ലേറ്റായിട്ടുണ്ട്, കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഓടിപ്പിടിക്കും. രാവിലെ നമ്മൾ എറൗണ്ട് ഇപ്പോൾ ഒരു 7 മണിയാവുന്നു. നമുക്ക് ബോണക്കാട്, ഇതാണ് ഓൾഡ് ടീ ഫാക്ടറി. നല്ല രസമുണ്ട്, നല്ല തണുപ്പ്. ആഹാ, ഇതാണ് വിമല ആൻറ്റി. ഒരു ഹായ് പറയൂ. ഡോക്ടർ, എൻ്റെ പേരെന്തായിരുന്നു? അല്ല അതല്ലേ, ഇത് ജ്യോതി ഡോക്ടർ. ആ ഓക്കെ. ഇതൊക്കെ പൂട്ടിപ്പോട്ട് ഒരുപാട് വർഷങ്ങളാവും. ഇപ്പോഴും അവിടുത്തെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ, അയ്യോ എന്തോ ഒരു മിഷണറീസൊന്നും ഇവിടെ ഇല്ല. പക്ഷേ എന്തോ വലിയൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. തട്ടുമ്പുറമൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ. ഒരു കാലത്ത് ഇവിടെ തേയില പക്ഷെ കാണുന്നില്ല, മൊത്തം ഫോറസ്റ്റാണ്. അയ്യോ, ഇവിടെ മൊത്തം മിഷണറീസ് ആണല്ലേ. നല്ല ചക്രം കാളവണി ഉണ്ടാക്കായിരുന്നു, 2 കിട്ടിയെങ്കിൽ. അത് ഇരുമ്പാണ്. അവിടെ എഞ്ചിനൊക്കെ ഇരിക്കും ഇവിടെ. നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തു. ഇത് അഗസ്ത്യമുനിയാണല്ലേ? ആ അതെ അതെ. ആ മുണ്ട്, എന്ത് മുണ്ടൊക്കെ കൊണ്ട് പിടിച്ചിട്ടുണ്ടല്ലേ. കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ കല്ലൊക്കെ കെട്ടി നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. നോക്കിയാൽ കല്ല് കെട്ടി വെച്ചേക്കുന്നുണ്ടോ? ആ വെള്ളരം കല്ലൊക്കെ മണ്ടേ പറക്കി വെച്ചിട്ട് താണ്ടെ ആ മതിലാണ് കെട്ടിയേക്കുന്നുണ്ടല്ലേ. ഫുൾ ഡെക്കറേഷൻ. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാവിലെ വരുമ്പോഴത്തേക്കും മാക്സിമം നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് കൊണ്ട് ഇവിടെ കിട്ടും. പക്ഷേ ഇന്നലെ ഒരാൾക്ക് ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു
നമുക്ക് ഇത്ര സ്ഥലം ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ നമ്മൾ വഴിയിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇന്നലെ വന്നിട്ടുള്ള ആൾക്കാർക്കുള്ള വണ്ടിയാണത്. അവരിന്ന് രാവിലെ ഇനി പോവുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. അഗസ്ത്യമല ഔഷധ സസ്യ സംരക്ഷണ മേഖല. 2 വീലറിൽ വരുന്നവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ടോ വണ്ടി കൊണ്ടുവരാം, അവർക്കൂടെ പാർക്ക് ചെയ്യാം. നല്ല തണുപ്പുണ്ട് രാവിലെ. ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷൻ ക്യാമ്പ് 1. ഇവിടെ നിന്ന് നമ്മളെ പാസ്വേഡ് ആദ്യം കൊടുക്കണം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇവർ ഓരോരുത്തരുടെ പേര് വിളിക്കും. അപ്പോൾ നമ്മൾ അഫിഡവിറ്റും നമ്മുടെ അതൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കണം. ഇനി നമുക്ക് വടി എടുക്കാൻ പോണ്ടേ? ഓക്കെ, ഇതുകൊണ്ട് വടി. ഇതാണ് വടി വിൽക്കുന്ന കട. വലുത് നോക്കി എടുക്കല്, ചുവന്നുകൊണ്ട് പോകണം. പാമ്പ് നമ്മളിവിടുന്ന് 20 രൂപയ്ക്ക് വടി വാങ്ങിക്കണം. നിങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം. അത് എൻ്റെതാ അങ്ങ് ഫസ്റ്റ് പർച്ചേസ് നടക്കും. വടി വാങ്ങിച്ചിരിക്കുകയാണ്. വടി ഇനി ഇത് ലാസ്റ്റ് ഇതെനിക്കൊരു ബാധ്യത. ഈ വടി ഇത് നമുക്ക് തിരിച്ചു വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. 2 കൈയിലും പിടിച്ചോളാം. മിക്കവാറും ഞാൻ 2 കൈയിലും കുത്തിപ്പിടിക്കേണ്ടി വരും. വീട്ടിൽ കൊണ്ടുപോവാം. ഈ വടിയാ ഫ്രെയിം ചെയ്ത് നമുക്ക് ഭിത്തിയിൽ വയ്ക്കാം. അത്യാവശ്യം ദേവും എന്തെങ്കിലും ദേവുവിന് കൊടുക്കാം, ഒരെണ്ണം കൊടുക്കാം. ഇത് നല്ല സ്ട്രോങ് ആട്ടോ. ഇത്രയും മിസ്റ്റീരിയസ് നിഗൂഢതകൾ നിറഞ്ഞൊരു ബാത്റൂം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഫോറസ്റ്റിനകത്തൊരു ബാത്റൂം. അവിടെയാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. എവിടെയാണ് കേട്ടോ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. നല്ല തണുപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. തണുത്ത പൂരി, പക്ഷേ തണുത്തല്ല, അത്യാവശ്യം കുഴപ്പം ചൂടൊക്കെ ഉണ്ട്. ചൂട് പൂരിയും കടലക്കറി. എങ്ങനെയുണ്ട്? ഇവിടെ ആദ്യം ഇവിടെ എല്ലാവർക്കും നമ്മുടെ എൻ്റെ ഈ സാർമാരുടെ പ്രത്യേകം നന്ദി. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിവിടെ ഓരോരുത്തരും വരുന്നവരെ അവരവരുടെ സുരക്ഷിതത്വം അവരവർ തന്നെ സുരക്ഷിതമായി തന്നെ നോക്കിക്കൊള്ളുക. 1. രണ്ടാമത് പക്ക നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുക. മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കുക. നമ്മൾ ഈ നാടിനെയും ഈ നമ്മളെ കാട്ടിനെ നന്നായിട്ട് സുരക്ഷിതമായി സൂക്ഷിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത തലമുറകൾക്ക് നമുക്ക് തീർച്ചയായും വീണ്ടും നമുക്ക് ഇതേപോലുള്ള ഒരു സ്ഥലത്ത് വരാനും നമുക്ക് പങ്കെടുക്കാനും ഒത്തുകൂടാനും പറ്റുള്ളൂ. 3. നാലാമത്തത് എല്ലാവരും എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വഴികളിൽ നിന്ന് വേർതിരിഞ്ഞ് പോകാതിരിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ അരുവികളിൽ നമ്മുടെ അരുവികളോ വെള്ളച്ചാട്ടങ്ങളോ കാണുമ്പോൾ കഴിവതും നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കൂടുതൽ ആവേശത്തോടെ എത്തിയാടും. അങ്ങനെ ഒരു 3-ാമത്തെ 4-ാമത്തെ തവണ ഞാനിതേപോലെ ഇത് കാല് ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അരുവികളോ ഇത് കാണുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യണേ. വളരെ സൂക്ഷിച്ച് ഇറങ്ങി കുളിക്കുക. അല്ലെങ്കിൽ അപകടങ്ങൾ സ്വയം വിളിച്ച് വരുത്തരുത്. ഇതേപോലെ തന്നെ മുകളിൽ പോയതിന് ശേഷം കാല് ഡിസ്ലൊക്കേഷനായി കസേരയെ കെട്ടിവെച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളായിട്ട് നമ്മുടെ ശരീരവും നമ്മുടെ കാടിനെയും നമ്മുടെ സുരക്ഷിതത്വവും കാടിൽ അകത്ത് കയറുമ്പോൾ വേറൊരു ആവാസ വ്യവസ്ഥയിലേക്കാണ് നമ്മളിത് കയറുന്നത് എന്നുള്ള ബോധ്യം എല്ലാവർക്കും വേണം. ഇപ്പം എൻ്റെ കൈൻഡ്ലി റിക്വസ്റ്റാണ്, അത് പറഞ്ഞതുകൊണ്ട് മാത്രമുള്ള റിക്വസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ആസ്വദിക്കുന്നതിനോടൊപ്പം അവരവരുടെ സുരക്ഷിതത്വം അവരവരുടെ കൈകളിലാണ്. അതും എപ്പോഴും മറന്നു പോകാതിരിക്കുക. താങ്ക് യു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രക്കിംഗ് ആണ്. അല്പം ബുദ്ധിമുട്ട് കൂടിയുള്ളതാണ്. സാറ് പറഞ്ഞ പോലെ ഫസ്റ്റ് പോകുന്നവർക്ക് വേണ്ടി പറയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം പോകുന്നത് നമ്മളൊരു 13 കിലോമീറ്റർ ട്രക്ക് ചെയ്യാറുണ്ട്. അതിലൊരു 8 കിലോമീറ്റർ ഈസി ആയിട്ട് പോകും. ഈസി എന്നല്ല, 8 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുൽമേട് കയറുമ്പോഴത്തേക്ക് കുറച്ച് വെയിലായിരിക്കും. അപ്പോൾ അത് മാക്സിമം വെള്ളം കരുതിക്കൊണ്ട് കയറി പോവുക. കുറച്ച് നടക്കാനും ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തിരിച്ചാമ്പേരി ഓരോ സ്ഥലമുണ്ട്. അത് അല്പം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ കയറി പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസ് ക്യാമ്പിൽ നിന്ന് തങ്ങുന്നു. നാളെ രാവിലെ അവിടെ നിന്ന് ടോപ്പിലേക്ക് പോകുന്നു. 7 കിലോമീറ്റർ
ടോപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് റോക്കി ഏരിയസ് ആണ്. പിന്നെ റോപ്പ് വഴി കയറേണ്ട സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും മുകളിലേക്ക് പോകുന്നത്. നമുക്ക് മുൻകൂട്ടി ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ക്ലൈമറ്റാണ് അവിടത്തേക്ക്. ഇതാണ് നമ്മുടെ ടീമിലെ ഗുരുസ്വാമി. അയാൾ 30 പ്രാവശ്യത്തോളം അഗസ്ത്യർകൂടം ട്രക്കിങ് കഴിഞ്ഞ ചേട്ടനാണ്. കട്ട പോസ്റ്റാണ്. ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ പേരൊക്കെ വിളിക്കും. പേര് വിളിച്ച് കാറിനൊക്കെ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്യും. ബാഗ് ചെക്ക് ചെയ്തിട്ട് ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഈ എല്ലാ ആൾക്കാരെയും ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ടീമായിട്ട് വിടുന്നത്. അപ്പോൾ അതിനാണെന്ന് തോന്നുന്നു ഇത്രയും രാവിലെ ഒരു വരാൻ പറയുന്ന കാര്യം. ഇവിടെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോൾ തന്നെ 9:30 മണിയായി. ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കയറാമെന്ന് തോന്നുന്നു. ഇവിടെ നിൽക്കുന്നുണ്ടായാൽ ഇത്രയും ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും പേരും കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ അവിടെ സ്റ്റേ ആണോ? നമ്മുടെ സ്റ്റേ ചെയ്യോ ഇവിടെ? ആ, ഡെയിലി എത്ര ട്രിപ്പോ? നമ്മൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ആൾക്കാരെയും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് വൈകുന്നേരം തിരിച്ചിറങ്ങും അല്ലേ? ഇന്നലെ പോയവർ ഇന്ന് കയറും, രാവിലെ കയറ്റി ഇറങ്ങും. അവർ ഓക്കെ, അവരെയും കൊണ്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് എല്ലാം ബാഗ് ചെക്കിങ് കഴിഞ്ഞു. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ അതുകൊണ്ട് പൈസ അടയ്ക്കേണ്ടി വന്നില്ല. സ്റ്റാർട്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ അയക്കും. ദൈവമേ, ഒരു പണിയെടുക്കത്തുണ്ടെന്ന് തോന്നുന്നു. ആ ലൈറ്റിൻ്റെ പാച്ച് നോക്കിയേ, നല്ല രസം. സ്പോട്ട് ലൈറ്റ് കണക്ക് അടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു 4 വർഷത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചേക്കുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം നടക്കാതിരുന്നിട്ടില്ല. സാധാരണയൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. പക്ഷേ ഇതെന്താണെന്തോ പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമുക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് 4 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ എൻ്റെ ലൈഫിൽ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും ഇത്രയും ടൈം എടുത്ത് നടന്നൊരു ആഗ്രഹം ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും സാധിച്ചിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് അരുവീസ് നമുക്കിവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഈ വെള്ളം കംപ്ലീറ്റ് മിനറൽസ് എന്നാണ് പറയുന്നത്. കുപ്പിയിൽ വെള്ളം തരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഫില്ല് ചെയ്യാം. സത്യമായി നടന്നിരുന്ന മനുഷ്യനെ അടപ്പ് എറിയും അല്ലേ? വലിയ ഇരവി വന്നെങ്കിലും കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും ക്ഷീണം വരുന്നുണ്ട്. നല്ല വെയിലുള്ളതാണ്. കണ്ടോ, ഒരു പണിയെടുക്കാത്ത വിയർപ്പൊക്കെ വെളി വരുന്നു. ഞാനും അങ്ങനെ വിയർക്കാത്തതായിരുന്നു. എന്നാലും കൊള്ളാം. ഭയങ്കര ചൂട് കാരണം ഞാൻ കുറേ ആക്സസറീസ് ഇട്ടേക്കുകയാണ്. ഇത് ഗ്ലാസ് വെച്ചു, ക്യാപ്പുണ്ട്, പിന്നെ സാധനമുണ്ട്. പക്ഷെ ചേട്ടനൊന്നും വേണ്ടല്ലോ ചേട്ടാ. ചേട്ടനൊക്കെ ഡെയിലി പോകുന്നതുകൊണ്ട് ഇതിനൊന്നും ആവശ്യമില്ല. നല്ല വെയിലുണ്ട്. ഇപ്പം നമ്മൾ എവിടെ നിൽക്കുന്ന ഈ സ്ഥലം? ഇത് ലാത്തിമുട്ട കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ലാത്തിമുട്ട കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കരമന, ബാളപ്പെഞ്ചി, അതിൻ്റെ അടുത്ത് അട്ടയാറ്, പിന്നെ അട്ടയാറ് കഴിഞ്ഞ് പുൽമേട്, ഏളുമടങ്ങ്. നമ്മളിന്ന് പുൽമേട് ഇന്ന് പോവോ? പുൽമേട് പിന്നെ ഇന്ന് പുൽമേട് എത്തും അല്ലേ? പുൽമേട് പെയ്തല്ലേ പോണം നിങ്ങൾ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടിടിച്ചാന്തേരി. മുട്ടിടിച്ചാന്തേരി അല്ലേ? മുട്ടിടിച്ചാന്തേരി. പിന്നെ അതിരുമല ക്യാമ്പ് സെറ്റ്. അവിടെ വരെ നമ്മൾ പോകണം. അതെ, ഇത്രയും 14 കിലോമീറ്റർ ഉണ്ട്. അടിപൊളി. നാളെ 6 കിലോമീറ്റർ മേളിലോട്ട്, നാളെ തൊട്ട് 6, 12 അവിടെ തങ്ങണം. അത്രേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ ഒരു 7:30 8 മണിയാകുമ്പോൾ തിരിക്കണം. അത്രേ ഉള്ളൂ. അതെ, അതാണ് നമ്മൾ നാളെ പോകുന്ന മല, അഗസ്ത്യർകൂടം മല അല്ലേ? അതെ. എങ്ങനെയുണ്ട് ബ്രോ എക്സ്പീരിയൻസ്? നല്ലതാ, അടിപൊളിയാ. ക്ഷീണമുണ്ടോ? കയറി പോകാനായിട്ട്? കുഴപ്പമില്ല, പയ്യെ അങ്ങ് കയറി പോയാലേ. റെസ്റ്റ് അധികം എടുക്കാതെ ഒരേ ഇതിലങ്ങ് നോർമൽ നമ്മൾ നടക്കണ പോലെ അങ്ങ് നടന്നു പോയാൽ മതി. അനിമൽസ് എല്ലാം കണ്ടോ? നമ്മള്
ഇല്ല കാരണം ചില ഇത്രയും പേരുള്ളത് കൊണ്ട് കണ്ടില്ല. കണ്ടില്ല. പക്ഷെ രാവിലെയൊക്കെ നമ്മള് പോകുമ്പോ ഇതിന്റെ ഇത് കാണലുണ്ട്, അതായത് ആനപ്പിണ്ടം ആനപ്പിണ്ടം ഉണ്ട്, അതേപോലെ തന്നെ അല്ലാതെ അല്ലാതിന്റെ കാണല്ലേ. ഇതിവിടെ ഒരു ക്യാമ്പാണ്, കരമനയാർ ക്യാമ്പ് 3. ഇത് മറ്റേ ആനയൊക്കെ ഇറങ്ങാതിരിക്കാനായിട്ട് വലിയ കുഴി എടുത്തിട്ടിരിക്കുകയാണ്. ഇവിടെ എനിക്കൊന്ന് വാഷ്റൂം കൊണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് 14 കിലോമീറ്റർ കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ നടന്ന് എൻ്റെ കൂടെയുള്ള കുറേ പേരൊക്കെ പിറകിലുണ്ട്, കുറേ പേരൊക്കെ മുമ്പിലുണ്ട്. ഗൈഡുമില്ല, ആരുമില്ല. ഈ കാട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ. പക്ഷെ ഭയങ്കര വെയിൽ, രക്ഷയില്ല. ഇന്നുണ്ടാ ആ ബാക്കി കാണുന്ന അങ്ങ് ആ മലയോളം പോകാനുള്ളത്. പുൽമേട് എത്താറായി എന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട്. പിന്നെ ദൈവമേ ഒരു രക്ഷയില്ലാത്ത വെയിൽ. കാട്ടിക്കൂടെയുള്ള ഒറ്റയ്ക്കുള്ള യാത്ര, ആരുമില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. ഒരു ഗ്യാങ്ങായിട്ട് വരുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഒറ്റയ്ക്കൊക്കെ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഗ്യാങ്ങായിട്ട് വന്നാൽ നമുക്ക് സംസാരിച്ചും കളിച്ചും ചിരിച്ചിങ്ങനെ പോകുന്നല്ലാണ്ട് നമുക്ക് ഫോറസ്റ്റ് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ അതൊരു പ്രത്യേക ഒരുതരം വൈബാണ്. കുളിക്കാൻ പറ്റുന്ന സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം. ഇത്രയും നല്ല വെള്ളം കണ്ടിട്ട് ഇറങ്ങാതിരിക്കാൻ തോന്നുന്നത്. തണുത്ത വെള്ളമാണ്. അത് കാട്ടിൽ നിന്ന് നല്ല തണുപ്പ്. ഈ നമ്മൾ ഈ ചൂടത്ത് നല്ല തണുത്ത് വീലടിക്കൂലേ, അതേ ഫീലാണ്. ഈ നല്ല വെയിൽ കൊണ്ടിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ്. എന്തായാലും ഇനി കുളിച്ചിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ കുളിക്കാതെ വെച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഇപ്പം നടക്കുന്നത്. പക്ഷേ ഒരു 200 മീറ്റർ എത്തിയപ്പോഴത്തേക്കും വെള്ളമെല്ലാം ആവിയായിപ്പോയി. ഇപ്പോൾ ഉണങ്ങി നല്ല ഡ്രൈ ആയി. അപ്പോൾ ഈ ഒരു ടൈപ്പ് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡ്രസ്സ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. കുളിക്കുമ്പോഴൊക്കെ ഇട്ടുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും വെള്ളമെല്ലാം ആവിയായി പോകും. ഇനിയിപ്പോൾ പുൽമേടാണ് എത്താൻ പോകുന്നത്. അപ്പോൾ പുൽമേട് അത്യാവശ്യം നല്ലൊരു നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും ഇങ്ങനെ നനഞ്ഞ് ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് പുൽമേടിന്ന് എത്തണ്ട. അതുകൊണ്ട് ഒരു 200 മീറ്റർ ആയപ്പോൾ തന്നെ എല്ലാം ആവിയായിപ്പോയി. അത്രയ്ക്ക് വെയിലുണ്ട് ഇപ്പോൾ. നമ്മളീ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കത്തി കിടക്കുന്നതാണ്. ഇത് ഫോറസ്റ്റുകാർ കത്തിച്ചതായിരിക്കാമെന്ന് തോന്നുന്നത്. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് വിടാറുണ്ട്. പുൽമേട് എത്താറാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടുത്തെ ചോറൊക്കെ കണക്കാണ്. ഇതുണ്ടല്ലേ, നമ്മൾ കൂവയുടെ ഇലയിൽ പൊതിഞ്ഞിട്ട് ചോറ്, അച്ചാറ്, പിന്നെ ഒരു അവിയലുള്ള സാധനം, സാമ്പാർ ഇപ്പോൾ കുറച്ചൊക്കെ ചളിച്ചിട്ടുണ്ട്. നമ്മളിപ്പം 1:30 ആയി. എന്നാൽ രാവിലെ വെച്ചതായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം പോകാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പോൾ വേറെ സ്ഥലത്തെത്തി. പക്ഷെ ഇവിടുത്തെ വ്യൂ അടിപൊളി കേട്ടോ. അതുകൊണ്ട് ഈ പാറകളുണ്ടോ എല്ലാം കൂടെ ഉരുളൻ കല്ലുകളാണ്. എനിക്കൊന്ന് മഴ പെയ്യുമ്പോഴത്തേക്കും ഇതിനേക്കാളും മുകളിൽ നിന്നെല്ലാം വെള്ളം കുത്തി ഒഴിച്ച് വരുമായിരിക്കും. ഈ വെള്ളം ഇങ്ങനെ താഴോട്ടിറങ്ങി ഇവിടെ ഇങ്ങനെ പോകും. എന്തോരം പാറകളാണെന്ന് വെച്ചാൽ മരങ്ങളൊക്കെ.
ഇവിടെ ഞാൻ ഇത്രയും ദൂരം വന്നിട്ടും പ്ലാസ്റ്റിക് ഉള്ളതെന്ന് ഞാൻ കണ്ടില്ല. കാര്യം ഇവിടെ ഇത്രയും കർശനമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് അങ്ങനെ വളരെ കുറവാണെന്നല്ല, പ്ലാസ്റ്റിക് ഇവിടെ ഇല്ലെന്ന് തന്നെ പറയാം. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഒരു കവറിന് എന്താ വരുന്നത് 200 രൂപ വെച്ചിട്ടാണ് എന്തോ വാങ്ങിച്ചു വയ്ക്കുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാരും പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ തിരിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും. അത് മാക്സിമം പ്ലാസ്റ്റിക് അവരിങ്ങനെ കടത്തി വിടത്തുമില്ല, കൊച്ചു കൊച്ചു പ്ലാസ്റ്റിക്കുകളൊക്കെ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്ലാസ്റ്റിക്കിന് യൂസേജ് വളരെ കുറവാണ്. അങ്ങനെ വലിച്ചു പറിച്ച് നമ്മളിപ്പോൾ പുൽമേടെത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ മൊത്തം പോച്ചയാണ്. ഇനിയാണ് വെയിൽ. അതുകൊണ്ട് സൺസ്ക്രീനൊക്കെ വാരി പൊത്തിക്കൊണ്ടുപോകാൻ വരാൻ, അല്ലെങ്കിൽ പണി കിട്ടും. ഇനി മരങ്ങളൊന്നുമില്ല. എത്രയും വേഗം മരങ്ങളുള്ള സ്ഥലം പിടിച്ചാലേ രക്ഷയുള്ളൂ. ഇതാണ് അട്ടയാർ ബേസ് ക്യാമ്പ്. ഇനി ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് യാത്രകൾ. നമ്മളിപ്പോൾ ഒരു വെയിലത്ത് ഇത്രയും നടന്നു വന്നിട്ട് ചെറിയ തണലിട്ടുമ്പോൾ തുടങ്ങി കയറി വയ്ക്കുമ്പോഴത്തേക്കും നല്ല കാറ്റടിക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയാമോ. വെയിൽ കണ്ട ഒന്നും കാണാൻ പോലും വയ്യ, അത്രയ്ക്ക് വെയിൽ. ആൾക്കാർ അങ്ങ് ദൂരെ നടന്ന് കയറി പോകുന്നുണ്ടോ. ഇപ്പം എത്തുമെന്ന് പറഞ്ഞ് വന്ന ഞാനാണ്. അതേ നോക്ക്, ഇതിനാടെ നമുക്ക് ആ കാണുന്ന ഒരു മരമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി അവിടെ വേണം കയറണം. അതാണെന്ന് തോന്നുന്നു മറ്റേ മുട്ടിടിച്ചാൻ തേരി എന്നുള്ള സ്ഥലം. ഈശ്വര കണ്ടിട്ട് പേടിയാകും. അതാണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ആ കാണുന്നതാണ്. അങ്ങനെ പുൽമേട് കഴിഞ്ഞിട്ട് ഞാനിപ്പം മുട്ടിടിച്ചാൻ തേരിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തറയെന്ന് തോന്നുന്നു. കൊട്ട വെയിലത്ത് നിന്ന് കറക്റ്റ് നല്ല എയർ കണ്ടീഷനിൽ കയറുന്ന അതേ സുഖം, ശാന്ത സമാധാനം. ഈച്ച തണുപ്പിനെ. ഇനി പയ്യെ വിശ്രമിച്ചിട്ടാവാൻ ചൂടുള്ള യാത്രകൾ. ഇവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു ഈറ മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇത് നമുക്ക് കുപ്പികളാക്കി കൊണ്ടുപോകാം, ഈസിയാണ്. നമ്മളിതാണ്ട് അവിടെ ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ് മുട്ടിടിച്ചാൻ തേരി. പേര് കണക്ക് തന്നെ കുറച്ച് മുട്ടൊക്കെ ഇടിക്കും. ഇനി കയറിപ്പോണം. ഭയങ്കര പാറയാണ് കേട്ടോ. അതുകൊണ്ട് ഓരോ അടിയും സൂക്ഷിച്ച് വെച്ചിട്ടെങ്കിൽ പണി കിട്ടും, പല്ലൊക്കെ പോവും. കഠിനം. എനിക്കിവിടെ വന്നാൽ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ കഴപ്പിടിച്ച കുറേ കൂട്ടുകാരന്മാരുണ്ട്. ഒരു പണിയും ചെയ്യൂല. അവന്മാരെയും കൊണ്ടുവരാനുള്ളതായിരുന്നു. എനിക്കതൊരു ഭയങ്കര വിഷമമുണ്ട്. അവന്മാരെ അടപ്പ് തെറിച്ചിരുന്നു ഇത് കയറിയെങ്കിൽ. കുറേ എണ്ണങ്ങളുണ്ട്. അവന്മാരെ അവിടെ മിസ് ചെയ്യുന്നു. അവന്മാരുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് അത്രയല്ലോ അവന്മാരും കൂടെ അനുഭവിക്കേണ്ടത്. അത്ര ഈസി ടാസ്ക് അല്ല. മെയിനായിട്ടും എനിക്ക് ഇങ്ങനെ കയറാൻ പാടൊന്നുമില്ല. പക്ഷേ ബാഗിന് കുറച്ച് വെയിറ്റ് ഉണ്ടോ എന്നൊരു സംശയം. പിന്നെ അവിടെ നിന്ന് ചോറും വെള്ളവും കൂടെ ഒക്കെ എല്ലാം എടുത്തപ്പോഴത്തേക്കും കുറച്ച് വെയിറ്റായിപ്പോയി. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ, ഭയങ്കര വെയിൽ. അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഭയങ്കര അങ്ങ് ക്ഷീണിക്കുന്നു. ഇനി ഇതൊന്നുമല്ല വഴി, ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടേ എൻ്റെ വിരൽ പോകുന്നുണ്ടോ? അയ്യോ, അങ്ങ് അത്രേ ഹൈറ്റൊക്കെ ഇറങ്ങി കയറി പോകണം. കയറാം. ഇവിടുത്തെ ഈ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ കണ്ടില്ലേ? ഒരു കുറേ ഓല ടൈപ്പ്, വാഴ ടൈപ്പ്. ഇതൊക്കെല്ലാം കണ്ടിട്ട് നമ്മുടെ ജുറാസിക് പാർക്ക് സിനിമകളിൽ ഡൈനോസർ ഇന്ത്യയുടെ നിന്നൊക്കെ ഇറങ്ങി വരില്ലേ, ആ ഒരു ഫീലുള്ള ഒരു ഫോറസ്റ്റ്. എനിക്ക് അങ്ങനെ തോന്നുന്നു കണ്ടിട്ട്. കണ്ടേ ഈ ഇല കണ്ടോ, ഈ ഇല രണ്ട് ഇത് കണ്ടോ, മേലൊരു വാഴ. അത് വാഴയാണെന്തോ കണ്ടോ. അത് ഈ ഒരു മരം കണ്ട, ചോര ഒലിക്കുന്ന മരം. നമുക്ക് ചോര പോലെ എന്തോ കറ ഉപയോഗിക്കുന്നു. ഇവിടെ വരുന്നവർ ചിലപ്പം ഇതുപോലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണും കേട്ടോ. ചില ഇല ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ഔഷധങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വിഷം ടൈപ്പുള്ള ഒരുപാട് ചെടികളും കായ്കളും എല്ലാം ഒക്കെ കാണും. ഇതുപോലെയൊക്കെ കാണും. ചിലപ്പോൾ ഇത് എന്ത് ടൈപ്പാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ദയവ് ചെയ്ത് വരുന്നവരാരും ഇല വരച്ച് ചുമ്മാ ചവയ്ക്കുന്ന ശീലങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതും ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ ഇതിലൊക്കെ തൊടുക എടുക്കുകയൊന്നും ചെയ്യരുത്. ചിലപ്പോൾ പോയിസണൊക്കെ ആയിരിക്കാം.
ഇവിടെ നിന്നൊക്കെ വല്ല പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കൂട്ടുകാരെ താഴെ എത്തുന്ന കാര്യം ടാസ്ക് ആയിരിക്കും. സത്യം പറഞ്ഞാൽ കാടിൻ്റെ ഒരു സൈലൻസ് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇവിടെ ഒന്നും ഇപ്പം ആരുമില്ല. കേട്ടാ കുറച്ച് സന്ധ്യയായി കഴിഞ്ഞാൽ നല്ലോണം പേടിയാവും. അങ്ങനെ അതിരമല ബേസ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അഗസ്ത്യർകൂടത്തേക്ക് ഒരു 6 കിലോമീറ്റർ ആയിരിക്കും. അന്നാളേക്ക് നമ്മൾ ട്രെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സമയം ഏറെകൊണ്ട് 5 മണിയായിട്ടുണ്ട്. നമ്മൾ 9:30 തുടങ്ങിയ ട്രെക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഇപ്പം നല്ല തണുപ്പായി, വെയിലൊക്കെ കുറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എത്തും, റൂമിലോട്ട് എത്തിയിട്ട് അവിടെ നിന്നാണ് നോക്കട്ടെ. നമ്മളവിടെ എത്തുന്ന അതിരമല ബേസ് ക്യാമ്പിന് അടുത്തെത്താറാകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കുറേ മരങ്ങളിലൊക്കെ പട്ട് കെട്ടി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഫോറസ്റ്റുകാർ നമുക്ക് ഈ പൂജാദ്രവ്യങ്ങളും പട്ട് മാല അതുപോലെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഇവിടെ ശൂലവും അത് കൊള്ളാം കേട്ടോ. എല്ലായിടത്തും എല്ലാ മരങ്ങളിലും ഒരേ പട്ട് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ കാറ്റത് ഇങ്ങനെ പാറി പാറി നടക്കും. ഇവിടെ കണ്ടോ എന്തോ മെതിയടി പോലെ എന്തോ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഇവർക്ക് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാത്തിരിപ്പിന് വിരാമം. എല്ലാവരെയും മുഖത്ത് ഇപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുണ്ട്. നമ്മൾ അതിരമല ബേസ് ക്യാമ്പിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്നൊരു 10-15 മീറ്ററേ ഉള്ളൂ. സന്തോഷം 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 സന്തോഷം. ഇത്തരം ബേസ് ക്യാമ്പ് എത്തുന്നവരെ വലിയ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടിടിച്ചാൻ തേരിയും പുൽമേട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങെത്തും. ഇനിയിപ്പോൾ ഇന്നിവിടെ സ്റ്റേ ആണ്. നാളെ അറിയാം എന്താണെന്ന്. നമ്മൾ ആൻറ്റിയൊക്കെ നേരത്തെ ഇങ്ങെത്തി. ബാഗൊക്കെ വേറെ ആൾക്കാരെ കൊടുത്ത് വിട്ടല്ലേ. ഇതാണ് ബേസ് ക്യാമ്പ്. എന്നെ കിട്ടിയില്ലേ? ഓ, ഞാൻ ക്ഷീണിച്ചു പോയി. ആ കാണുന്ന പാറയല്ലേ? ആ കാണുന്ന പാറ അതാണ്. ആ അതാണ് പാറ. പേരെന്താണ്? അഗസ്ത്യാർകൂടം. ആ പാറയ്ക്ക് പേരുണ്ടോ? അഗസ്ത്യമല അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇതാണ് നമ്മളെ ഗുരുസ്വാമി. എത്ര 30 പ്രാവശ്യമായല്ലേ? ബേസ് ക്യാമ്പ്. എല്ലാവരും ക്ഷീണിതരായി വന്നിരിക്കുകയാണ് അല്ലേ? ഇതല്ലേ നമ്മളെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇതാണ് ക്യാൻറ്റീൻ. നമ്മളിനി ഇവിടെ നമ്മുടെ പേപ്പർ കൊടുത്ത് വെരിഫൈ ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് പോകാനുള്ളത്. നമ്മളിനി കുളിക്കാനായിട്ട് പോവുകയാണ്. 5 മണിക്ക് മുന്നേ കുളിച്ചിറങ്ങിയില്ലെങ്കിൽ പിന്നെ കുളിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാനായിട്ട്. നമുക്ക് പോകാനുള്ള പാറയാണ് നാളെ എൻ്റെ ബാക്കിൽ കാണുന്നത്. നാളെ നമ്മൾ കയറുന്ന പാറ. ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ. നാളെ നമ്മൾ എൻ്റെ ബാക്ക് വഴിയാണ് പോകുന്നത്. ഇത്രയും മലകളുണ്ട്. ഇതാണ് ആണുങ്ങളെ കുടക്കടവ്. നാച്ചുറൽ പോണ്ട്. കട്ടൻ ചായ, ബജി. ആ ഓക്കെ, ചെറിയ ബജിയാണെങ്കിൽ 2 കിട്ടും. ജാക്ക് പോട്ട്. ഇവിടുത്തെ ഫുഡിൻ്റെ വില വരും. ഒരു കഞ്ഞിക്ക് 175 രൂപയാണ്. പുട്ടിന് 150. ഫുഡിനൊക്കെ ഇത്രയും വില വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരം ഇവർ കാട്ടിൽ കൂടെ ഇത് ചുമന്നുകൊണ്ട് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കഞ്ഞിക്കൊക്കെ 175 രൂപ വരുന്നത്. എന്തായാലും രാത്രി കുടിച്ചു നോക്കാം. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. വിശന്നിട്ടാണെങ്കിൽ കണ്ണാണ് മതി. കട്ടൻ കാപ്പി കൊള്ളാം. സാധാ കാപ്പി തന്നെ. എക്സ്പെൻസീവ് കഞ്ഞി 175 രൂപ ഇപ്പോൾ വരും. ഇവിടുത്തെ ഡിന്നർ കഞ്ഞി, അച്ചാറ്, പയറുതോരൻ, മുളക്, പപ്പടം. ഇവിടെ രാത്രി കിടക്കുന്ന ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറിന് ഓപ്പോസിറ്റായിട്ട് മാക്സിമം കിടക്കാതിരിക്കാൻ നോക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പല ആൾക്കാരും വന്ന് ഈ ഡോറൊക്കെ തുറക്കും. ഭയങ്കര കാറ്റ്, നല്ല തണുപ്പുമാണ്. അപ്പോൾ ഈ ഡോറ് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പുറത്തുനിന്ന് ആൾക്കാർ വരും, അകത്തുനിന്ന് ആൾക്കാർ പുറത്തിറങ്ങി പോകും. പക്ഷെ അവർ ലോക്ക് ചെയ്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നവർക്ക് ആട്ടപ്പ് തെറിച്ചവന്മാർ. കാര്യം ഭയങ്കര തണുപ്പും കാറ്റുമാണ്. അപ്പോൾ മാക്സിമം ആ സൈഡുകളിലും ഈ തിരിച്ചുള്ള ഈ സൈഡുകളിലും വേണം കിടക്കാൻ നോക്കുക. ഞാൻ കിടക്കുമ്പോൾ സ്ലീപ്പിംഗ് ബാഗിലാണ്. സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് നന്നായി, അല്ലെങ്കിൽ പണിയിട്ടേ നല്ല തണുപ്പുണ്ട്. ഞാൻ ഇവിടുത്തെ കിടക്കുന്ന സ്ഥലം
ഇത് ചെറിയൊരു മെത്തയാണ്, ചെറിയൊരു ബെഡും പിന്നെ ഒരു പായൊക്കെ കിട്ടും. നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് തന്നെ കിട്ടും, അല്ലെങ്കിൽ പായ കിടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ്.